ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ബുദ്ധിമാനായ ഒരു വിമർശകനെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ മറഞ്ഞിരിക്കുന്ന നിധിയിലേക്കുള്ള വഴികാട്ടിയെപ്പോലെ അവനെ പിന്തുടരുക. ബുദ്ധൻ. നിങ്ങളുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്ന വിശ്വസ്തനായ വിമർശകനെ കണ്ടെത്തുകയാണെങ്കിൽ മറഞ്ഞിരിക്കുന്ന നിധിയുടെ പാത കാണിക്കുന്ന ഗൈഡിനെ പോലെ അവരെ പിന്തുടരുക. സ്വയം വളർച്ച നിങ്ങളുടെ കുറവുകൾ തിരിച്ചറിയാനും അവ മറികടക്കാനും സഹായിക്കുന്നതിലൂടെ വിജയത്തിലേക്കുള്ള വഴിയിൽ നിങ്ങൾ വളരും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ പരിമിതികൾ മറികടക്കാനുള്ള ശക്തി നിങ്ങളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. മികച്ച തീരുമാനങ്ങൾ. നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിമർശകൻ നിങ്ങളെ കൂടുതൽ ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. വിനയം വളർത്തുക. നിങ്ങളുടെ കുറവുകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വീകരിക്കാനുള്ള മനോഭാവം പ്രകടിപ്പിക്കുന്നതിലൂടെ വിനയം വളരുന്നു. സാധ്യതകൾ തിരിച്ചറിയുക. നിങ്ങളുടെ പരിമിതികൾ അറിഞ്ഞിരിക്കുന്നതിലൂടെ നിങ്ങളുടെ പൂർണ്ണ സാധ്യതകൾ മനസ്സിലാക്കാനും അവ പ്രയോജനപ്പെടുത്താനും സാധിക്കും. നിങ്ങളുടെ വളർച്ചയ്ക്കും വിജയത്തിനും വിലപ്പെട്ടതാണ് നിങ്ങളുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നവർ. അവരെ നിങ്ങളുടെ ശത്രുക്കളായി കാണുന്നതിനു പകരം നിങ്ങളുടെ ജീവിതയാത്രയിലെ വഴികാട്ടികളായി കാണുക. ഒരു ചെറുകഥ കേൾക്കാം. കഥ മറഞ്ഞിരിക്കുന്ന നിധിയും വിവേകമതിയായ വിമർശകനും. കേരളത്തിന്റെ ഹൃദയഭാഗത്തെ ഒരു കൊച്ചു ഗ്രാമത്തിൽ രാമൻ എന്ന ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു. പഠനത്തിൽ മിടുക്കനായിരുന്നില്ലെങ്കിലും കഠിനാധ്വാനിയും നല്ല സ്വഭാവമുള്ളവനുമായിരുന്നു. ഗ്രാമത്തിലെ എല്ലാവരും രാമനെ ഇഷ്ടപ്പെട്ടിരുന്നു. എങ്കിലും രാമന് അറിയാത്ത ഒരു കുറവുണ്ടായിരുന്നു: അലസത. അവൻ കാര്യങ്ങൾ നീട്ടിവെക്കുകയും അത് അവസാന നിമിഷം വരെ പൂർത്തിയാക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം രാമന് വിദൂര ബന്ധുവിൽ നിന്നും ഒരു കത്ത് ലഭിച്ചു. രാമന്റെ മുത്തശ്ശൻ കുറെ സ്വത്തുക്കൾ അവന് അവകാശമായി വെച്ചിട്ടുണ്ടെന്നും ആ രേഖകൾ ഗ്രാമത്തിലെ പഴയൊരു വീട്ടിൽ താൻ ഒളിപ്പിച്ചിട്ടുണ്ടെന്നുമായിരുന്നു കത്തിൽ. വളരെ ഉത്സാഹത്തോടെ രാമൻ ആ വീട് തേടിപ്പോയി. പൊടിപിടിച്ച പഴയ ആ വീട്ടിൽ നിറയെ പുരാതന വസ്തുക്കളുണ്ടായിരുന്നു. എവിടെ തുടങ്ങണമെന്ന് അവന് അറിയില്ലായിരുന്നു. ആ വീട് മുഴുവൻ തിരഞ്ഞിട്ടും ഒന്നും കിട്ടാതെ രാമൻ നിരാശനായി. വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങവേ പടിക്കെട്ടിൽ ഇരിക്കുന്ന ഒരു വൃദ്ധനെ രാമൻ ശ്രദ്ധിച്ചു. ആ വൃദ്ധൻ രാമന്റെ നിരാശ തിരിച്ചറിയുകയും "നീ എന്തോ അന്വേഷിച്ചു നടക്കുന്നുണ്ടല്ലോ മകനെ" എന്ന് ആരാഞ്ഞു. സ്വത്ത് രേഖയുടെ കാര്യം രാമൻ ആ വൃദ്ധനോട് പറഞ്ഞപ്പോൾ അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: "ഞാനറിയാവുന്ന ആളുകളിൽ നിന്റെ ഏറ്റവും വലിയ ശത്രു നീ തന്നെയാണ് മകനെ. നിന്നെ നിരീക്ഷിക്കുന്നത് കുറച്ചു നാളുകളായി എന്റെ പതിവാണ്. നിനക്ക് വലിയ സാധ്യതകളുണ്ട്. പക്ഷേ അലസതയാണ് നിന്നെ തോൽപ്പിക്കുന്നത്." വൃദ്ധന്റെ വാക്കുകളിൽ സത്യമുണ്ടെന്ന് രാമൻ തോന്നി. സ്വത്ത് രേഖകൾക്കുള്ള അന്വേഷണം പുനരാരംഭിക്കുമ്പോൾ രാമൻ ചിന്തിച്ചത് ആ വൃദ്ധന്റെ വാക്കുകളെക്കുറിച്ചായിരുന്നു. വലിയൊരു നിധി ഇവിടെയുണ്ടാകാം, എന്നാൽ എന്റെയുള്ളിലെ അലസത എന്ന ശത്രുവിനെ മറികടന്നാലല്ലാതെ ആ നിധി ഞാൻ കണ്ടെത്തുകയില്ല, രാമൻ സ്വയം പറഞ്ഞു. പിന്നീട് രാമൻ ഓരോ ഇഞ്ചും അരിച്ചുപെറുക്കി. ആത്മാർത്ഥമായ ആ അന്വേഷണത്തിനൊടുവിൽ പഴയൊരു പെട്ടിയുടെ അടിയിൽ രേഖകൾ അവസാനം അവൻ കണ്ടെത്തി. വിവേകമതിയായ വൃദ്ധന് അവനെ സ്വന്തം കുറവുകളിലേക്ക് വെളിച്ചം വീശിയപ്പോൾ രാമൻ മറഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തുകയായിരുന്നു. വിശദീകരണം. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് സ്വയം മനസ്സിലാക്കാനും നമ്മുടെ കുറവുകൾ തിരിച്ചറിഞ്ഞു തിരുത്താനും സന്നദ്ധരാകുമ്പോഴാണ് നമുക്ക് മുന്നിലെ വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനാവുക എന്നാണ്. ജീവിതത്തിലെ മറഞ്ഞിരിക്കുന്ന നിധി നമ്മുടെ വിജയമാണ്. ആ വിജയത്തിലേക്ക് നയിക്കുന്ന വഴികാട്ടിയാണ് നമ്മുടെ കുറവുകൾ തുറന്നുകാട്ടുന്ന വിവേകമതിയായ വിമർശകർ. പ്രചോദനാത്മക പോയിന്റുകൾ. ആത്മപരിശോധന ആവശ്യം. സ്വന്തം ശക്തികളും പോരായ്മകളും തിരിച്ചറിയാനുള്ള ശീലം വളർത്തുക. നിങ്ങളുടെ വിമർശകരെ ആലിംഗനം ചെയ്യുക. നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ വിലമതിക്കുക. അവരാണ് നിങ്ങളുടെ വളർച്ചയുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. അഹങ്കാരം ഉപേക്ഷിച്ച് പഠിക്കാനുള്ള മനസ്സ് കാണിക്കുക. നിങ്ങളെക്കാൾ അറിവുള്ളവരിൽ നിന്ന് മനസ്സ് തുറന്നു പഠിക്കുക. പിടിവാശി ഉപേക്ഷിക്കുക. അലസതയാണ് ശത്രു, അധ്വാനമാണ് ആയുധം. നീട്ടിവയ്ക്കലുകളെ ഒഴിവാക്കുക. അത് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുകയേ ഉള്ളൂ. നിങ്ങളുടെ പൂർണ്ണ സാധ്യതകൾ തിരിച്ചറിയുക. നിങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കി മറികടക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള അനന്തസാധ്യതകൾ തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതം പുതിയൊരു തലത്തിലേക്ക് നയിക്കുക. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.